الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون إلا الذي فطرني فإنه سيهدين. وجعلها كلمة باقية في عقبه لعلهم يرجعون. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ പാലിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനോടുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യം മുതൽക്ക് തന്നെ ഉണ്ടാവണം. നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നാം പുലർത്തേണ്ട മര്യാദകൾ പോലും ആ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി തന്നെ പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. ഇതിവിടെ പ്രത്യേകം പറഞ്ഞത് ഖുതുബ കേൾക്കാൻ വേണ്ടി വരുമ്പോൾ അതിലുള്ള അറിവും അതോടൊപ്പം തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള പുണ്യവും നമ്മുടെ ആ കർമ്മത്തിനുള്ള ഫലവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത്. സ്വാഭാവികമായും അതിൽ പാലിക്കേണ്ടതായ അദബുകൾ. ഇപ്പൊ നിസ്കരിക്കുമ്പോൾ സഫ് നിർത്തുന്നതിന് പോലും വളരെ കണിശത പ്രവാചകൻ പുലർത്തിയിട്ടുണ്ട് എന്ന് കാണാം. കാരണം ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന്റെ പരിപൂർണത, അതിന്റെ പുണ്യവും ആ കർമ്മത്തിന്റെ ഫലവും നമുക്ക് ശരിയായ രീതിയിൽ ലഭിക്കണമെങ്കിൽ അത്ര മര്യാദകൾ പാലിച്ച് മതിയാവൂ എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട അദബുകളിൽ ഒന്നാണ് കേൾക്കുന്നവര് കിബിലയെ അഭിമുഖമായിട്ടിരിക്കുക എന്നുള്ളത്. നമ്മുടെ പള്ളി ഒരു റൗണ്ട് ഷേപ്പായതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഒരു പണി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ശാരീരിക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. നിങ്ങളുടെ ശാരീരികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ നേരെ കിബിലക്ക് അഭിമുഖമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഖുതുബ നടക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ പുറംതിരിഞ്ഞു നിൽക്കാനുള്ള അവകാശമുള്ളൂ, അത് ഖതീബിനാണ്. ബാക്കി എല്ലാവരും നേരെ കിബിലക്ക് അഭിമുഖമായിട്ട് ഇരിക്കണം എന്നാണ്. അതുകൊണ്ട് ഖുതുബയും ജുമയും നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതല്ല ഇവിടെ വിഷയം. ഏതൊന്നിൻ്റെയും പൂർണ്ണത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞു വെച്ചത് ജീവന്റെയും ജീവിതത്തിന്റെയും പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന നിലക്കുള്ള ഒരു ആശയമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്ന അനീതിയിൽ അധിഷ്ഠിതമായ
അധികാര വ്യവസ്ഥകളോട് ഇസ്ലാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ ലോകപ്രശസ്തമായ കവിതകളോ ചിന്തകളോ ഒക്കെ ഉദ്ധരിക്കാം. നല്ലതായി കാണുന്ന എല്ലാ ചിന്തകളും നമ്മുടേതാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഹിക്മത്തു ലാലത്തുൽ മുഅ്മിൻ. അവിടെ ഹിക്മത്തിന് അങ്ങനെ ഒരു അർത്ഥം കൂടെ, പ്രയോജനപ്രദമായ അറിവ്. അതെവിടെ കണ്ടാലും അവൻ എടുത്തോട്ടെ, കാരണം അവനിൽ നിന്ന് കളഞ്ഞുപോയ സ്വത്താണത്. അപ്പൊ മറ്റുള്ളവര് നല്ല കാര്യം പറയുന്നത് നമ്മൾ നല്ലത് പറയാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ കുറെ കൂടി അവരും നല്ലത് പറയണമെന്ന് പടച്ചോൻ തീരുമാനിച്ചത് കൊണ്ടും ആവാം. മനുഷ്യരെ ആരെയും ഇരുട്ടിൽ തള്ളില്ലല്ലോ റബ്ബ്. ഇനി ഒരു സമൂഹം അള്ളാഹുവിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്ന ഒരു സമൂഹം, ഒരു സമുദായം നിലനിൽക്കെ അവരത് ചെയ്യുന്നില്ലെങ്കിൽ പടച്ച തമ്പുരാൻ അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തും വായിക്കുകയും എവിടെയും കാണുന്ന നല്ലതെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. അത് വെച്ചിട്ടാണ് തനി ഹിപ്പിയും അരാജകവാദിയുമായ അലൻ ഗിൻസ്ബർഗിനെ പോലും നമ്മൾ ഉദ്ധരിച്ചത്. അതുപോലെ കഴിഞ്ഞ ഹുതുബയിൽ യുദ്ധത്തമ്പുരാക്കന്മാരെ സംബന്ധിച്ചുള്ള ഒരു കവിത, ഒരു പാട്ട്, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ജോൺ ലെന്നന്റെതല്ല, മറിച്ച് അത് ബോബ് ഡൈലന്റെ പാട്ടാണ്. ബോബ് ഡൈലനാണ് നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ള സംഗീതജ്ഞൻ എന്നതും കൂട്ടത്തിൽ വായിക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര പേരുകളൊന്നും വിഷയമല്ല, ആശയമാണ് പ്രധാനം. എന്നാലും വസ്തുതാപരമായ ഒരു തെറ്റ് സംഭവിച്ചത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ. എന്തായാലും ഇങ്ങനൊരു അധികാര വ്യവസ്ഥയിൽ ഹിംസ, വയലൻസ് നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു. വളരെ സാധാരണമായിട്ട് ഇപ്പോഴെല്ലാ അത്തരത്തിലുള്ള ക്രമങ്ങളിലും വംശീയമായ ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും അധികാരികൾ ശ്രമിക്കുന്നതായിട്ട് കാണാം. ഇതൊക്കെ നമ്മൾ തന്നെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴങ്ങനെ ഒരു ആവേശം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിജിലാൻറ്റിസം, ഒരു വിജിലാൻറ്റി വയലൻസ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൗ വിജിലാൻറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ്. ഇവരുടെ അക്രമങ്ങൾ ഇപ്പോഴൊരു വാർത്തയല്ല, അത് വളരെ നോർമലാണ്. അതങ്ങനെ അങ്ങ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴിങ്ങനെ ഹിംസ നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഈ പറയുന്ന വയലൻസിന്റെ ഒരു മൊണോപോളിയാണ് പവർ എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള അധികാര വ്യവസ്ഥകളായിട്ടാണ് ഫിറൗനിന്റെയും നമ്രൂദിന്റെയും ഒക്കെ ക്രമത്തെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു അവിടെ ശരിയായിട്ട് സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് മുമ്പിൽ വെക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പൂർണ്ണമായും മാർഗദർശനം ചെയ്യുന്ന അള്ളാഹുവിന്റെ ഹിദായത്താണ്. അപ്പോൾ ആ ഒരു ഹിദായത്തിന്റെ പരിപൂർണതയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അത് കേവലം കുറെ അനുഷ്ഠാനങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ഒന്നല്ല, മറിച്ച് അതിനപ്പുറം അതിനൊരുപാട് മാനങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോഴെന്തായിരുന്നാലും ഈ പറയുന്ന വിമോചനാത്മകമായിട്ടുള്ള ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ അതിന് വിരുദ്ധമായ സ്വഭാവത്തിൽ ഒരു സമുദായകമാക്കി മാറ്റാൻ അധികാര ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കണമല്ലോ. നമ്മളിന്ന് പാരമ്പര്യത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണ്. അതിന്റെ സൂചന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട് ധിക്കാരം കാണിച്ചു. പിതാവിനോട് ധിക്കാരം കാണിച്ചതിന്റെ ഭാഗമായിട്ട്, അതിന്റെ ഫലമായി അതിനോട് ചേർത്ത് തന്നെ അള്ളാഹു പറയാണ്, ഇബ്രാഹിമിന് നാം മക്കളെ നൽകി. ഇതെന്തിനാ? സാധാരണ നമ്മളെ മക്കൾ നമ്മളോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ പറയും, നീ ഉപ്പയായിട്ട് നിനക്ക് മക്കളുണ്ടാകുമ്പോൾ നിനക്ക് മനസ്സിലാവും അതിന്റെ വിഷമം. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബിക്ക് അതിന്റെ വിഷമം മനസ്സിലാക്കി കൊടുക്കാനാണോ? അങ്ങനെയല്ല. ഇവിടെ സൂചിപ്പിച്ചിരുന്നു, പാരമ്പര്യത്തോടുള്ള ആസറിയൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നതും പാരമ്പര്യത്തോടുള്ള അബ്രഹാമിയൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ആസറിൽ നിന്ന് വേർപിരിഞ്ഞതിനോട് ചേർത്തിട്ട് സൂറത്ത് മറിയമിൽ തന്നെ പറയുന്നു, അയാളിൽ നിന്ന് വേർപിരിഞ്ഞു എന്ന കാരണത്താൽ അതേ തുടർന്ന് നാം അദ്ദേഹത്തിന് ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നൽകി എന്നാണ് പറയുന്നത്. ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നൽകി, ഇസ്മായിലും ഉണ്ട്, അവിടെ പരാമർശിക്കുന്ന അതാണെന്നേ ഉള്ളൂ.
അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മക്കളെ നൽകി. ഒരു ശരിയായിട്ടുള്ള പാരമ്പര്യം എന്താണ്, പൈതൃകം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ലോകത്തിനത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കണം. പാരമ്പര്യം ഉൾപ്പെടെയുള്ള ഒരു സിസ്റ്റത്തെ, വ്യവസ്ഥകളെ ഒന്നും നമ്മൾ നിരാകരിക്കില്ല. കാരണം ഒട്ടേറെ ശരിക്കും പറഞ്ഞാൽ വിലക്കുകളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന് തിരിച്ചറിയണം. ചുമ്മാ നിങ്ങളങ്ങ് തോട്ടത്തിൽ കയറിയിട്ട് വക്കുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ എന്ന് മാത്രം പറയല്ലല്ലോ അല്ലാഹ് ചെയ്തത്. ലാ തഖറബ ഹാദിഹി ഷജറ, അവിടെ ഒരു വിലക്ക് വെച്ചു, ആ മരത്തെ നിങ്ങൾ സമീപിക്കരുത്. അപ്പോൾ ആ ഒരു വിലക്കാണ് യഥാർത്ഥത്തിൽ ആദമിനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുക എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ അത്തരം വിലക്കുകൾ പാലിക്കപ്പെടുന്നത്, അത്തരം മൂല്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത് വളരെ കൃത്യമായിട്ടും ഒരു സിസ്റ്റത്തിനകത്താണ് എന്ന് കാണും. അതാണ് വ്യവസ്ഥയുടെ പ്രാധാന്യം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതേസമയം തന്നെ ആത്യന്തികമായിട്ട് അനുസരണയും അടിമത്തവും അർപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. നമ്മൾ അള്ളാഹുവിന്റെ മാത്രം അടിമകളാണ് എന്ന് കാണും. ദുനിയാവിലുള്ള മറ്റൊന്നിനോടുമുള്ള ദാസ്യം നമുക്ക് സ്വീകാര്യമല്ല. തങ്ങളുടെ ദൗത്യമായിട്ട് റുബൈയ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒന്നാമത്തെ വർത്തമാനം തന്നെ അതാണ്. ലിനുഖ്രിജൻ നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ. മനുഷ്യരെ അവർ അടിമകൾക്കർപ്പിക്കുന്ന അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് അള്ളാഹുവിന് മാത്രം, ഏകനായ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്ന അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹുവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മറ്റെന്തിനേയും നമ്മൾ വിശകലനം ചെയ്യും, അഥവാ അള്ളാഹുവിന്റെ ദീനുമായി കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ രൂപപ്പെടുന്ന പാരമ്പര്യം. നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ ഒരു ഫാദർ സൺ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുള്ള ചില തിയറികളും സിദ്ധാന്തങ്ങളും ഒക്കെ വിശകലനം ചെയ്തിട്ടുണ്ട്. കുറെ കൂടി സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന നിലക്ക് നമ്മൾ അതില് ലക്കാനിന്റെ ഒരു തിയറി, നെയിം ഓഫ് ദ ഫാദർ എന്നാണ് ഇത്. ലക്കാൻ അതിനെ നിയമങ്ങളായിട്ട് വികസിപ്പിക്കുന്നുണ്ട്, സാമൂഹിക നിയമങ്ങൾ. ഈ സാമൂഹിക നിയമങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ഭദ്രതയ്ക്കും അനിവാര്യമാണ്. എന്നാൽ അത് തന്നെ ആളുകളുടെ വികാസത്തിന് തടസ്സമാകുമ്പോഴോ, ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഏകാധിപതികൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അതേസമയം സമൂഹത്തിൽ നിയമങ്ങൾ രൂപപ്പെടുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രകാരമുള്ള നിയമങ്ങൾ രൂപപ്പെടുന്നത് ആ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് തിരിച്ചറിയാം. ഇതാണ് യഥാർത്ഥത്തിൽ ആസറിയൻ ട്രഡീഷനും അതോടൊപ്പം തന്നെ അബ്രഹാമിയൻ ട്രഡീഷനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. ആസറിനെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷൻ ആണ് സത്യം. ഞാൻ പറയുന്നത് നീ അനുസരിക്കുക, വേറെ വർത്താനില്ല. അങ്ങനെ അനുസരിച്ചിട്ടില്ലെങ്കിലോ ല അർജുമന്നക് ബഹുജുർണി മലിയ, ല അർജുമന്നക് ബഹുജുർണി മലിയ, ഞാൻ നിന്നെ എറിഞ്ഞു ഓടിക്കും, നീ ഇവിടുന്ന് പെട്ടവനാകും, നീയുമായിട്ട് പിന്നെ എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ മകനോട് ആവശ്യപ്പെടുന്നത് വളരെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു അനുധാവനം, ഒരു അനുസരണം മാത്രമാണ്. അന്ധമായി പിതാവിനെ അനുസരിച്ചു കൊള്ളുക എന്നതാണ് ആസറിന്റെ പോളിസി എന്ന് കാണാൻ സാധിക്കും. എന്താ കാരണം? ആസറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിതാവിനോട് അങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ ആ പിതാക്കളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ് സത്യം. അതാണ് ഇവിടെ സൂചിപ്പിച്ചതും. ആ ആയത്തുകളൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. മാഹാദിഹി തമാസീലുല്ലത്തി അന്തും ലഹാ ആകിഫൂൻ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ, നിങ്ങൾ ഈ കുമ്പിട്ടുകൊണ്ടിരിക്കുന്ന, വണങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ബിംബങ്ങളൊക്കെ എന്താണ് എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യം. അപ്പോഴിതെന്താ സംഭവം, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയല്ലേ പറയേണ്ടത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവേ ഉള്ളൂ, കാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ. ഞങ്ങളുടെ പിതാക്കന്മാര് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ കീഴ്വണങ്ങുന്ന കണ്ടിട്ടുണ്ട്. വേറെ മറുപടി ഒന്നുമില്ല, വേറെ ഒരു കാരണവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിതൃബിംബം, ഫാദർ ഫിഗർ, അത് പുരോഹിതനാവട്ടെ രാജാവാകട്ടെ എന്തായാലും അതിനോടുള്ള അങ്ങേയറ്റത്തെ അനുസരണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ വെച്ചാണ് പറയുന്നത്, ലഖദ് കുന്തും അന്തും വആബാഉകും ഫീ ദലാലിക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ പിഴച്ചുപോയി മക്കളെ എന്ന് ആ ഒരു നിലപാട് വളരെ ശാഠ്യത്തോടുകൂടി, കാർക്കശത്തോടുകൂടി ആ ജനത ആ ഒരു നിലപാടിൽ നിന്ന സന്ദർഭത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് പറയുന്നത് എന്ന് കാണും.
ഇനി ഒരു നിലക്കും സാധാരണഗതിയിൽ ഒരു ലോജിക്ക് അനുസരിച്ച് നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും എന്തെങ്കിലുമൊക്കെ അനുഷ്ഠാനത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ പേരിൽ നടമാടുമ്പോഴോ ഫൈദാ ഫഅലു ഫാഹിഷത്തൻ, വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്. അവരെന്തെങ്കിലും അധർമ്മം പ്രവർത്തിക്കുന്നതായിട്ട് നീ കാണുന്നു. സാധാരണഗതിയിൽ അങ്ങനല്ലേ? സാധാരണഗതിയിൽ അവർ അധർമ്മികളല്ല. പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ വളരെ മോശമായത്, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ പ്രവൃത്തികൾ, നിന്ദ്യമായ പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് നീ കാണും. ആ സമയത്ത് നീ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള മറുപടി വജദ്നാ അലൈഹ ആബാന, വജദ്നാ അലൈഹ ആബാഹന വല്ലാഹു അമറനാ ബിഹ. ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അള്ളാഹു ഞങ്ങളോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് കൽപ്പിക്കാത്തതൊന്നും പിതാക്കന്മാർ ചെയ്യില്ല എന്നുള്ള ഒരു പൂർണ്ണമായൊരു ബോധ്യം. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പിതാവ് എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്. നമ്മുടെ വിഷയവും അതാണല്ലോ, പറഞ്ഞു വരുന്ന വിഷയം. പിതാവ് എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്. ഈ അതോറിറ്റിയാണ് സത്യത്തെ നിർമ്മിക്കുന്നത്. അവിടെ അന്ധമായ അനുകരണം മാത്രമാണുള്ളത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തഖ്ലീദ്. തഖ്ലീദ് എന്നതിന് വിവിധമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടാവാം, അത് അനിവാര്യമായ സന്ദർഭങ്ങൾ ഉണ്ടാവാം. ആ വിശദാംശങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത്. യാതൊരു ചിന്തയുമില്ലാതെ തഖ്ലീദ്, അന്ധമായിട്ട് പിന്തുടരുക, മാറ്റങ്ങളെ പേടിക്കുക, അതോടൊപ്പം ചിന്താപരമായ അങ്ങേയറ്റത്തെ മുരടിപ്പും മരവിപ്പും. ഇതാണ് ആ സമൂഹത്തിൽ സംഭവിക്കുക. അവിടെ പിതാവിന്റെ നിഴൽ മാത്രമായിരിക്കും പുത്രൻ എന്ന് കാണും. പിതാവിന്റെ നിഴൽ മാത്രമായിരിക്കും പുത്രൻ. അതേസമയം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തിയറി എന്താണ്? ട്രഡീഷൻ ട്രൂത്താണ്, അത് പാരമ്പര്യമാണ് സത്യം എന്നല്ല, പാരമ്പര്യം സത്യമാകണം എന്നാണ്. പാരമ്പര്യം സത്യമാകണം എങ്കിൽ മാത്രമേ അത് പിൻപറ്റപ്പെടാൻ അർഹത നേടുന്നുള്ളൂ. ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് സത്യം മാത്രമാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് മക്കൾ ആ വഴിയിൽ തന്നെയാണ് സഞ്ചരിച്ചത്. ആ വഴിയിൽ തന്നെ സഞ്ചരിച്ചത് അവരുടെ തന്നെ താല്പര്യവും തിരിച്ചറിവും പ്രകാരവുമാണ്. യാതൊരു ബലപ്രയോഗവും നടത്തിയിട്ടില്ല എന്നും കാണാമല്ലോ. അതിലേക്ക് വരാം. പിതാവിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താണ്? എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള ഒരു സംവാദമാണത് കേട്ടോ. പിതാവിനോട് പോയിട്ട് തട്ടിക്കേറുന്നല്ല ചെയ്തത്. നിങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, പഴച്ചുപോയി നരകത്തിലാണ് എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നുമല്ല ചെയ്തത്. മറിച്ച് വളരെ മര്യാദയോടുകൂടി ബഹുമാനത്തോടുകൂടി പ്രിയപ്പെട്ട വാപ്പ നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ അപ്പൊ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളത്? നിങ്ങൾ ഇങ്ങനെ ഇതിനൊക്കെ പിന്തുടരുക വഴി യഥാർത്ഥത്തിൽ നിങ്ങളൊരു അടിമയായി മാറുകയല്ലേ ചെയ്യുന്നത്. രാജാവിന്റെ അടിമ, സിസ്റ്റത്തിന്റെ അടിമ, പാരമ്പര്യത്തിന്റെ അടിമ, വിഗ്രഹത്തിന്റെ അടിമ, അങ്ങനെ ഒരു അടിമത്തത്തിൻ്റെതായ ലോകം. അതിൽ നിന്ന് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ദാസ്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ വർത്താനം ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബിനി അഹദിക സിറാത്തൻ സവിയ. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുക, ഞാൻ നിങ്ങളെ നേർവഴിയിലാക്കാം. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ പാരമ്പര്യമാണ് എന്നതുകൊണ്ട് ഒരു കാര്യം സത്യമായി കൊള്ളണമെന്നില്ല. സത്യമായി തീരണം പാരമ്പര്യം. പാരമ്പര്യം സത്യമാണെന്നല്ല, സത്യമായിത്തീരണം പാരമ്പര്യം എന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് എന്ന് കാണാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടാമത്തെ സംഗതി ഇവിടെ സൂചിപ്പിച്ചതാണ്. ആസറിനെ സംബന്ധിച്ചിടത്തോളം കടുംപിടുത്തുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി പറയല്ല, മറിച്ച് ഞാൻ ചെയ്യുന്നു അതുപോലെ നീ ചെയ്തോളണം, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചോളണം എന്നുള്ളതാണ് ആസറിന്റെ ചിന്താഗതിയെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. ഇപ്പൊ മകനെ അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. നേരെ ചെന്നിട്ട് മോനോട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക്. മോനെ, ഞാനിങ്ങനെ നിന്നെ അള്ളാഹ്ക്ക് വേണ്ടി അറുക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. പ്രവാചകനാണല്ലോ, സ്വപ്നത്തിലൂടെയാണല്ലോ വഹിയ് വരിക. സ്വപ്നത്തിലൂടെയും വരും, പല മാർഗങ്ങളിലൂടെ വഹിയ് വരുന്നതിൽ ഒരു മാർഗമായിട്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് സ്വപ്നം. അപ്പൊ ഇങ്ങനെ ഞാനൊരു സംഗതി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മോനോട് ചർച്ച ചെയ്യുന്നു. എന്നിട്ട് അഭിപ്രായം ചോദിക്കുകയാണ്. ഫല്ലൂർ മാതാത്തറ, നിന്റെ അഭിപ്രായം എന്താണ്? ചോദിക്കേണ്ട കാര്യമുണ്ടോ? പടച്ചോ കൽപ്പിച്ചത് ചെയ്യണം. പക്ഷെ അതേസമയം അതിൽ മൂന്നാമതൊരു കക്ഷി വന്നു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ കക്ഷി പടച്ചോന് വഴങ്ങാൻ തയ്യാറാണോ അല്ലയോ എന്ന് അറിയണമല്ലോ. അവിടെ കടുംപിടുത്തവും വാശിയും അല്ല. ഇനി മകൻ തെറ്റായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ശരിയായത് പറഞ്ഞു കൊടുക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നുള്ളത് കുടുംബത്തിന് അകത്തടക്കം
ബാധകമായിട്ടുള്ള നിയമമാണ് എന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് മകനോട് അഭിപ്രായം ചോദിക്കുന്നു. അതാണ് അതിലെ ജനാധിപത്യപരത എന്ന് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. ഫല്ലൂർ മാതാത്തറ, നിന്റെ അഭിപ്രായം എന്താണ്? ഇവിടെ ആസറിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പെരുമാറിയത് പോലെയല്ല ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാമിയോട് പെരുമാറുന്നത്. മറിച്ച് ഇസ്മായിൽ അലൈഹി സ്വലാം പറയുന്നത്, താങ്കൾ എന്ന യാ അമ്പത്തി ഫഅൽ മാ തുഅ്മർ, എന്റെ പ്രിയപ്പെട്ട പിതാവെ, നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോളെ. എന്നെ ഏറ്റവും ക്ഷമാലുവായിട്ട്, ഏറ്റവും തഖ്വയുള്ള ആളായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത്തരം പരീക്ഷണങ്ങളിൽ പതറുന്ന ഒരാളല്ല. ഇവിടെ മകൻ വളരെ കൃത്യമായിട്ട് പിതാവിനെ പിന്തുടരുകയാണ്. ഇത് രണ്ടും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. ആക്ച്വലി നെയിം ഓഫ് ദി ഫാദർ എന്ന് ലക്കാൻ പറയുമ്പോൾ ഇസ്മായിലിനും തുടർന്നുള്ളവർക്കും ബാധകമാകുന്ന ഒരു നിയമവ്യവസ്ഥ ഇബ്രാഹിമിലൂടെ രൂപപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ ബേസ് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിവോടുകൂടി പിന്തുടരുകയാണ് മക്കൾ ചെയ്യുന്നത്. എന്നാൽ ആസറിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും രൂപപ്പെടുന്നത് ഈ നെയിം ഓഫ് ദ ഫാദർ എന്ന് പറയുന്ന തിയറി തന്നെയാണ്. അവിടെ നിയമങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ആ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യ സത്യത്തെ ബേസാക്കുന്നില്ല, മറിച്ച് പാരമ്പര്യത്തെ നിരുപാധികം ബേസാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അപകടമാണ്, അത് തെറ്റാണ് എന്നതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിനനുസരിക്കാൻ വിസമ്മതിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ മകന്റെ യഥാർത്ഥത്തിൽ ലിബറേഷൻ ഓഫ് സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. മകന്റെ സ്വത്വത്തിന്റെ ഒരു വിമോചനമാണ് സംഭവിക്കുന്നത്. മകൻ സ്വയം തിരഞ്ഞെടുക്കുകയാണ് എന്ന് കാണാം. സ്വയം തിരഞ്ഞെടുക്കാൻ അവിടെ കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമൊന്നുമില്ല. സാധാരണഗതിയിൽ മതവിശ്വാസികളെ സംബന്ധിച്ച് മതവിശ്വാസികളല്ലാത്തവർ പറയുന്ന ഒരു വർത്തമാനമാണത് പാവ്ലോവിയൻ റിഫ്ലക്സ്, സോഷ്യൽ കണ്ടീഷനിങ് എന്നൊക്കെ പറയാറുണ്ട്. അത്തരം കണ്ടീഷനിങ്ങുകളൊക്കെ ഉള്ളതാ. പക്ഷെ അതിനല്ല, അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ പരമ്പരാഗത വിശ്വാസികളെ സംബന്ധിച്ച്, ട്രഡീഷനെ അന്ധമായി പിന്തുടരുന്നവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാലികളെ പോലെയാണ്. കാലികളെ പോലെയാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അവർക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, പക്ഷെ ചിന്തിക്കൂല. അവർക്ക് കണ്ണുണ്ട്, പക്ഷെ കാണേണ്ട പോലെ കാണൂല. ഉൾക്കാഴ്ചയാണ് ഇവിടെ ഉദ്ദേശം. കാതുണ്ട്, പക്ഷെ വേണ്ടതുപോലെ കേൾക്കൂല, ശരിയായത് കേൾക്കൂല. അവര് കാലികളെ പോലെയാണ്. അവരങ്ങനെ അതിനനുസരിച്ച് മുമ്പേ ഗമിച്ചിടുന്ന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് നമ്പ്യാര് പാടിയതുപോലെ അവരങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഈ ഒരു സംഗതി നിലനിൽക്കുന്ന സമൂഹത്തെ സംബന്ധിച്ച് വിമർശനമായിട്ട് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മുസ്ലിം സമൂഹം അങ്ങനെ ആവാൻ പാടില്ല എന്നല്ലേ? മുസ്ലിം സമൂഹം അങ്ങനെ ആവാൻ പാടില്ല എന്നല്ലേ? ഓരോ പാരമ്പര്യത്തിലും പിൽക്കാലത്ത് സംഭവിച്ചിട്ടുള്ള വ്യതിയാനം മുസ്ലിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അഖില് പോയിട്ട് തഖലീദ് വന്നതാ. അഖില് പോയിട്ട് തഖലീദ് വന്നതാണ് എന്ന് തിരിച്ചറിയണം. ആ വിശകലനവും നമ്മൾ നടത്തേണ്ടതുണ്ട് എന്തായാലും. അപ്പോൾ ഇങ്ങനെ കാലികളെ പോലെയാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതുപോലെ ആകാൻ പാടില്ല. പിന്തുടരുന്നത് സത്യത്തെ ആയിരിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ ബോധ്യമാണ്. ആ ബോധ്യത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാം, ഇപ്പൊ ഹാജർ, അവരെയും കുഞ്ഞിനെയും അവിടെ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോകുമ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചു. നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാണോ അല്ല അള്ളാഹ് പറഞ്ഞിട്ടാണോ? അള്ളാഹ് പറഞ്ഞിട്ടാണ്. എന്നാൽ പിന്നെ ഒരു വർത്താനവും ഇല്ല. സ്വന്തം ഇഷ്ടത്തിനാണെങ്കിൽ അവിടെ ആർഗ്യുമെന്റിന് സാധ്യതയുണ്ട്. അവിടെ ആർഗ്യുമെന്റ് ഇബ്രാഹിമുമായിട്ടുള്ള ആർഗ്യുമെന്റിന് സാധ്യതയുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹ് പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അത് പ്രമാണമാണ്, അത് നെസ്സാണ്. അവിടെ പിന്നെ എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ തന്നെ പടച്ചോനായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി പടച്ചോനോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പോയിക്കോളെ ധൈര്യമായിട്ട് എന്ന് പറയുന്നിടത്ത് ഹാജറിന്റെ ഒരു തിരിച്ചറിവുണ്ട്, ഒരു ബോധ്യമുണ്ട്. അതേ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്മായിൽ, അല്ലാതെ ഉപ്പ പറഞ്ഞതല്ലേ പോയിക്കളയാം, അങ്ങനെ ഒരു മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലെന്നേ. ഇബ്രാഹിം അലൈഹിസ്സലാം ധിക്കരിക്കല്ലേ ചെയ്തത്. അപ്പൊ ധിക്കരിച്ചിട്ടുള്ള ഒരാളുടെ മകൻ പിതാവിന്റെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അനുസരിക്കുക എന്നുള്ളതൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പൊ ഇവിടെ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ട്രൂത്തിനെയാണ്, സത്യത്തെയാണ്, സത്യവുമായി ബന്ധപ്പെട്ട ബോധ്യത്തെയാണ് എന്ന് തിരിച്ചറിയണം. ഇവിടെ ലക്കാൻ പറഞ്ഞ തിയറിയിലുള്ള നെയിം ഓഫ് ദി ഫാദർ എന്ന് പറയുന്ന തിയറിയിലുള്ള
അതോറിറ്റേറിയനിസത്തെ, അധികാര സിദ്ധാന്തത്തെ തള്ളിക്കളയുകയും സത്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറഞ്ഞ ഫാദർ സൺ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണ്. അബ്രഹാമിക് ഡയലക്ടിക്സ് ഓഫ് അതോറിറ്റി എന്നൊക്കെ വേണമെങ്കിൽ തത്വശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിനെ പറയാം. അത് യഥാർത്ഥത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ഒരു കവനന്റ്, ഒരു ഉടമ്പടിയാണ്. കവനന്റ് ബേസ്ഡ് ഓൺ ട്രൂത്ത്, സത്യത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള, യാഥാർത്ഥ്യത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു ഉടമ്പടിയാണ്. ആസർ ഒരു ഫാദർ ഫിഗർ ആണ്, അധികാരത്തിന്റെ രൂപമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല, പ്രവാചകനാണ്. ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും ലിബറേഷനിലേക്കും നയിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു പ്രവാചകനാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പാരമ്പര്യത്തെ കണ്ണും പൂട്ടി പിന്തുടരുക എന്നുള്ളതല്ല, സത്യത്തെ പിന്തുടരുക, ആ സത്യത്തിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ തഖലീദിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരുപാട് വഴികേടുകൾ സമുദായത്തിനകത്തും സംഭവിച്ചിട്ടുണ്ടാകും. അത് ശരിയാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്, അല്ലാതെ അതിനെ തന്നെ അങ്ങനെ അങ്ങ് കണ്ണുപൂട്ടി പിന്തുടരുകയല്ല. ആസറിന്റെ ഈ നെയിം ഓഫ് ദി ഫാദർ എന്ന് പറയുന്നത് ഒരു എലിനേറ്റഡ് ലോയാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ള ബുദ്ധിയോ ബോധമോ ഒന്നും അവിടെ അനുവദിക്കില്ല. അതൊരു അന്യവൽക്കരിക്കുന്ന നിയമമാണ്. നമ്മൾ ഓരോരുത്തരെയും അത് ഒറ്റപ്പെടുത്തി കളയുന്നു. അതേസമയം ഇസ്മായിലിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പൈതൃകം എന്ന് പറയുന്നത് ഒരു ഇന്റേണലൈസ്ഡ് ലോയാണ്. ഇസ്മായിൽ തന്നെ ആന്തരവൽക്കരിച്ചിട്ടുള്ള, ഞാൻ അതിലാണ് ജീവിക്കേണ്ടത് എന്ന ബോധ്യം, ശരിയായ തിരിച്ചറിവിന്റെ ആധാരത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ്. ഇവിടെ രണ്ടിടത്തും ഈ നെയിം ഓഫ് ദി ഫാദർ എന്ന് പറയുന്ന തിയറി രണ്ട് രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത്. ഇസ്മായിൽ അലൈഹിസ്സലാം കാണിച്ചു തന്നിട്ടുള്ളത് സത്യത്തെ അനുധാവനം ചെയ്യുക എന്ന ഒരു മാതൃകയാണ് എന്ന് തിരിച്ചറിയണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിരാകരിച്ചതും ആസറിന്റെ അസത്യത്തെയാണ്. അല്ലാതെ ആസറിനോട് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. യാ അബത്തി എന്നൊക്കെ പറയുമ്പോൾ അറബിയിൽ ആ ശൈലി ബഹുമാനപ്പെട്ട, പ്രിയപ്പെട്ട പിതാവേ എന്നാണ്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. എന്നിട്ട് അവസാനം പിരിഞ്ഞു പോകുമ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യാം കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് പിരിയുന്നത്. തല്ലിപ്പിരിയല്ല, എതിർത്തിട്ട് ധിക്കാരത്തോടു കൂടി പിരിയുന്നതല്ല, മറിച്ച് എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് എല്ലാ ആദരവും നൽകിക്കൊണ്ട് തന്നെയാണ് പിരിയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആസർ പറയുന്നതിനെ പിന്തുടരാൻ കഴിയില്ല. എന്തെന്നാൽ അത് അസത്യമാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഷാ അല്ലാഹ് അത് അടുത്ത ഖുതുബയിൽ ചർച്ച ചെയ്യാം. ഇപ്രകാരം പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള സത്യം എന്നാൽ പിന്നീട് കേവലം പാരമ്പര്യവും യാഥാസ്ഥിതികത്വവും മാത്രമായി മാറിപ്പോയിട്ടുണ്ട്. ഓരോ സമുദായത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതിന്റെ ചില ഉദാഹരണങ്ങളും കാരണങ്ങളും ഒക്കെ നമുക്ക് വിശകലനം ചെയ്യാം. ആളുകൾ ഈ അർത്ഥത്തിൽ ചിന്തകൾ അധികാരികൾക്ക് പണയം വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പാട്രിയാർക്കിക്ക്, അധികാര വ്യവസ്ഥക്ക്, പൈതൃകത്തിന് പണയം വെക്കുമ്പോഴാണ് എല്ലാ അനീതിയും നടമാടുന്നത്. അതുകൊണ്ട് മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ എന്ന് പറഞ്ഞ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നത്, തൊട്ടുടനെ പറയുന്നത് വമിൻ ലീഖി ദുനിയ ഇലാ സഅതി ദുനിയ വൽ ആഖിറ എന്നാണ്. ലോകത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെരുക്കം, നമ്മളൊക്കെ ഇപ്പൊ ഞെരുങ്ങാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഭൂമി ഇങ്ങനെ ഞെരുങ്ങാനുള്ളതല്ലല്ലോ, അത് വളരെ വിശാലമല്ലേ. അതുകൊണ്ട് ഇലാ സഅതി ദുനിയ, ദുനിയാവിന്റെ യഥാർത്ഥ വിശാലതയിലേക്ക്, വൽ ആഖിറ, അതോടൊപ്പം തന്നെ പരലോകത്തിന്റെ അതിവിശാലതയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുവാൻ. എന്നിട്ട് അത് കൺക്ലൂഡ് ചെയ്യുന്നത് വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദ്ലിൽ ഇസ്ലാം. നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ദീനുകൾ ഉണ്ടല്ലോ, ഈ പാരമ്പര്യങ്ങൾ, ഈ യാഥാസ്ഥിതികത്വം, അത് ഇവിടെ ലോകത്ത് സൃഷ്ടിക്കുന്ന അനീതികളിൽ നിന്ന് അവരെ മോചിപ്പിച്ചിട്ട് ഇസ്ലാമിന്റെ, അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്റെ നീതിയിലേക്ക് അവരെ കൊണ്ടുപോകുവാനാണ് എന്നാണ് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരും ചെയ്തത്. ആ അർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് കിട്ടേണ്ട നീതി, ഇതൊക്കെയാണ് പ്രവാചകന്മാർ പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾ എന്ന തിരിച്ചറിവോടുകൂടി അവരെ സമീപിക്കുകയും അവരുടെ പാഠങ്ങൾ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.